വെൽക്കം ബാക്ക് ടു സെനി ടോക്സ്. ഞാൻ സെനി റമീത്തിലെ. പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ ചായക്കടകളിൽ ഇരുന്ന് പുരുഷന്മാർ ചായക്കടകളിലും സ്റ്റേഷനറി കടകളിലൊക്കെ തിണ്ണയിലിരുന്ന് പുരുഷന്മാർ ആ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുകയും മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുകയും അങ്ങനെയൊക്കെ സമയം പോക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ. അതേപോലെ സ്ത്രീകളാണെങ്കിലും അടുത്ത വീട്ടിലെ സ്ത്രീകളെല്ലാവരും കൂടിയിരുന്ന് പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുകയും പരിദൂഷണം പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഈ കാലം മാറി. ഇപ്പോൾ സ്ത്രീകളൊക്കെ അത്യാവശ്യം ജോബിലായിട്ടും പല കാര്യങ്ങളിലും ബിസി ആയതിന്റെ പേരിൽ അത്തരത്തിലുള്ള കൂടിച്ചേരലുകളും പരിദൂഷണം പറയലൊക്കെ ഇപ്പൊ കുറവാണെന്നാണ് എൻ്റെ ഒരു ധാരണ. പക്ഷെ ആ ഒരു കാലം മാറി. എല്ലാ രീതിയിലും എല്ലാം ഇപ്പൊ ഫോണിലാണല്ലേ. നമ്മളൊരു ഫോണിലേക്ക് ചുരുങ്ങിയ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ് നമ്മൾ ഇന്ന് എല്ലാ കാര്യങ്ങളും. പണ്ടത്തെ പോലെ പരദൂഷണം, പരവപ്പ്, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഫേസ്ബുക്ക് വഴിയാണ് അല്ലേ. അത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഫാമിലി പ്രോബ്ലംസ്, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള അടി, അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പ്രോബ്ലംസ് എല്ലാം ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയാണ്, യൂട്യൂബ് വഴിയാണ്. നമ്മുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ പേഴ്സണൽ കാര്യങ്ങളും നമ്മൾ യൂട്യൂബ് വഴി ആളുകളെ അറിയിക്കുകയാണ് അല്ലേ. ഒരു വീട്ടിനുള്ളിൽ പരിഹരിക്കേണ്ട പല പ്രശ്നങ്ങൾ ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ ഈ പല മീഡിയകളും പലരുടെയും പേഴ്സണൽ ലൈഫിൽ ഓവറായിട്ട് കടന്നു കയറിയുള്ളതും ഇല്ലാത്തതുമായ പല കാര്യങ്ങളും പടച്ചു വിടുകയും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ നിരന്തരം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇല്ലാത്ത കാര്യങ്ങൾ അവരുടെ പ്രോഗ്രസ്സിന് വേണ്ടി, അവരുടെ ചാനൽ വളർച്ചയ്ക്ക് വേണ്ടി ഉള്ളതും ഇല്ലാത്തതുമായ പല കാര്യങ്ങളും നെഗറ്റീവായ ആ കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിച്ച് പണമുണ്ടാക്കുകയാണ് അല്ലേ. അതേപോലെ ഈ അടുത്ത കാലത്തായിട്ട് യൂട്യൂബിൽ കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് പേരാണ്. ഒന്ന് രേണുസുതി, ഒന്ന് സാജിദ ഷാജി. അവരെ കുറിച്ചുള്ള നെഗറ്റീവായ അവരുടെ പല വീഡിയോകൾക്ക് പിന്നിൽ വീഡിയോയുടെയും കമന്റ് ബോക്സിലൊക്കെ അവരെ വളരെ മോശമായിട്ട് പറയുകയും കമന്റ് ഇടുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് നമ്മളെല്ലാവരും കാണുകയും വായിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ രേണുസുതിയുടെയും സാജിദ ഷാജിയുടെയും ഒക്കെ കാര്യത്തിൽ നമുക്ക് മനസ്സിലായത്, ഒരു സ്ത്രീ വിധവയായി കഴിഞ്ഞാൽ അവൾ മറ്റൊരു വിവാഹം കഴിക്കാൻ പാടില്ല. സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവരുടെ ശ്രമങ്ങളൊക്കെ പലരും ജഡ്ജ് ചെയ്യുകയും അവരെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരുതരം ഇറിറ്റേഷനാണ് ഉണ്ടാവുന്നത്. കാരണം ഒരു സ്ത്രീക്ക് അവർക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയിൽ വർക്ക് ചെയ്യാനും അതിലൂടെ ഇൻകം ഉണ്ടാക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് അല്ലേ. അപ്പോൾ അവർക്ക് മോഡലിങ്ങും അഭിനയവും ബ്ലോഗുകളും ഒക്കെയാണ് താല്പര്യമെങ്കിൽ മറ്റുള്ളവർക്ക് അതിനെന്താണ് ഇത്ര ബുദ്ധിമുട്ട് എന്നുള്ളതാണ്. അവരുടെ കമന്റ് ബോക്സുകളിലൊക്കെയും വളരെ മോശമായിട്ടുള്ള കമന്റ്. പക്ഷെ സ്ത്രീകളും കൂടുതലായിട്ട് അവരെ മോശപ്പെടുത്താനും മോശം പറയാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. നിനക്കെന്താ വീട്ടിൽ ജോലിക്ക് പോയിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ അഡ്വൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പണ്ട് കാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ സ്ത്രീകൾ വീട് പണി അങ്ങനെ പല കൈകളിലും അവരെ മക്കളെ വളർത്താൻ ശ്രമിച്ചിട്ടുണ്ടാവും. ഇപ്പം കാലം മാറുന്നതിനനുസരിച്ച് നമുക്ക് ഇൻകം സോഴ്സുകളും കൂടി പല രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളുണ്ട് അല്ലേ. ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ ഇത്രത്തോളം പ്രോഗ്രസ് ആയ കാലഘട്ടത്തിൽ നമുക്ക്
ചെയ്യാൻ പറ്റുന്ന വലിയ അധ്വാനമില്ലെന്നല്ല, അതിനും അതിൻ്റെതായ അധ്വാനമുണ്ട്. എന്നാലും ഒരു ഫുൾ ടൈം മറ്റൊരു പ്ലേസിലേക്ക് പോയി സമയം സ്പെൻഡ് ചെയ്യാതെ അവരവരുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് അവരവരുടെ ചുറ്റും അവരവരുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, പാചകമായാലും അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആയ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ. സാജിക്കൊക്കെ കൂടുതൽ നെഗറ്റീവ് വരാൻ തുടങ്ങിയത് അവർ മറ്റൊരു പുരുഷനെ കണ്ടെത്തി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എന്നുള്ള കഥകൾ, അതൊക്കെ യൂട്യൂബ് വീഡിയോകളിൽ ഇന്റർവ്യൂകളിലൊക്കെ അവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ ചേർത്താണ് ആളുകൾ അവർ നെഗറ്റീവ് പറയുന്നതും ചീത്ത പറയുന്നതൊക്കെ. അതേപോലെ തന്നെ രേണുസുതി, അവര് ഒരു മോഡലിംഗ് രംഗത്തേക്ക് മോഡലിംഗ് അതേപോലെ അഭിനയ മേഖലയിലേക്ക് വന്നപ്പോഴാണ് കൂടുതൽ ആളുകൾ അവരെ നെഗറ്റീവ് പറയുന്നത്. പക്ഷെ അത് അവരുടെ താല്പര്യം എന്താണോ അത് അവർ ചൂസ് ചെയ്തു എന്നുള്ളതല്ലേ ഉള്ളൂ. പക്ഷെ നമ്മളിങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് അവരെ ജഡ്ജ് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അത്യാവശ്യം സ്ത്രീകൾക്ക് കൊടുക്കേണ്ട ഒരു റെസ്പെക്ട് കൊടുക്കേണ്ടതാണ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവരുടെയൊക്കെ ഭയങ്കരമായിട്ട് ഇവരുടെ കാര്യങ്ങളിൽ അഡ്വൈസ് ചെയ്യുകയും ഇന്ന രീതിയിൽ ജീവിക്കുക, അവൾ ഇന്നത് പറയുന്നത് തെറ്റാണ്, ഇന്നത് ചെയ്യുന്നത് തെറ്റാണ്, അങ്ങനെ ഭയങ്കരമായ ഉപദേശങ്ങളാണ് ഈ ആൾക്കാർക്ക്. പക്ഷെ അവരുടെ ഒരു മെന്റൽ സ്ട്രെസ്, മക്കളെ വളർത്താനുള്ള ബുദ്ധിമുട്ട്, വിധവയായി ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന ഫിസിക്കലി മെന്റലി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നുണ്ടാവും. മൊത്തത്തിൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരവസ്ഥയിലൂടെയൊക്കെ അവർ കടന്നു പോകുമ്പോൾ അവർക്ക് ഒരുതരം ഡിപ്രഷൻസിലൂടെ, സാജിയുടെ കേസിലൊക്കെ എനിക്ക് തോന്നിയത് അവരൊരു തരം ഡിപ്രഷനുകളിൽ അവർ പല വീഡിയോകളിലും പറയുകയും ചെയ്യുന്നുണ്ട്, ഞാൻ ഡിപ്രഷന്റെ മെഡിസിൻ കഴിക്കുന്നുണ്ട് എന്നൊക്കെ. അതുകൊണ്ടാവാം അവർ പല കാര്യങ്ങളിലും പറയുന്നതൊന്നും ആളുകൾക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്തത്. പക്ഷെ എങ്ങനെയാണെങ്കിലും അവരെ ഇത്രയും മോശമായി ചിത്രീകരിച്ച് കമന്റ് ഇടുകയും മെസ്സേജ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ അവർ കടന്നു പോകുമ്പോൾ അതിന്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് മാത്രമേ അറിയൂ. അത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾക്കാണ് അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുകയുള്ളൂ. പ്രത്യേകിച്ച് വിധവ എന്നതിലപ്പുറം കുട്ടികളും കൂടെ ഉണ്ടെങ്കിൽ അവരുടെ വളർച്ച, അവരുടെ പഠനം, അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ, സ്വന്തം കാലിൽ നിൽക്കാനും അവർക്ക് വേണ്ടി ഇൻകം ഉണ്ടാക്കേണ്ടതും അത്യാവശ്യം തന്നെയാണല്ലോ. അതിന് അവർ കണ്ടെത്തിയ വഴി അവരുടെ വഴി, അത് നമുക്കാർക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ലല്ലോ. നമ്മൾ എല്ലാ വീഡിയോകളും കാണുന്ന പോലെ കണ്ടുപോവുക എന്നല്ലാതെ അവരെ വളരെ ഇങ്ങനെ പിച്ചി ചീന്തി വളരെ വേദനിപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്തരം കാര്യങ്ങൾ. പിന്നെ പ്രത്യേകിച്ച് അത്തരം സ്ത്രീകളോട് നമ്മളൊരു കാരുണ്യം കാണിക്കേണ്ടതല്ലേ. കാരണം എന്തിനാണ് വെറുതെ, അത് മാത്രമല്ല ജീവിതത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്ന സമയത്ത് സമൂഹം മൊത്തം അവരെ ഇങ്ങനെ കുത്തിപ്പറിക്കുമ്പോൾ അവര് മാനസികമായി തകർന്നു പോകും. പിന്നെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ മതി, ഇങ്ങനെ ഒരു ജീവിതം വേണ്ട, മുന്നോട്ട് പോകാൻ പ്രയാസമാണ് എന്ന് ചിന്തിച്ചു പോവുകയും തീരുമാനമെടുക്കുകയും ഒക്കെ വരുന്ന സാഹചര്യം വന്നുകൂടായികയില്ല. ഒരു നിമിഷം മതിയില്ലേ മനുഷ്യന്റെ മനസ്സ് മാറാൻ. അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ന് വെച്ചാൽ പോരെ. അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് മെസ്സേജ് ഇട്ട് അവരെ പാട്ടിന് വിടുക, അതൊക്കെ നമ്മൾ കാണുമ്പോൾ എന്തിനാണ് ഇവരെ ഇങ്ങനെ ഹരാസ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് തോന്നും. ഭയങ്കര എന്തോ വലിയ സംഭവം പോലെയാണ് ഈ രേണുസുതിനെ കുറിച്ച്. എന്താണ് രേണുസുതി അതിനെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം? അവർ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ പറയും ചില യൂട്യൂബേഴ്സ് ഒക്കെ അഭിപ്രായം പറയുമ്പോൾ അവരെന്തോ വലിയ എന്തോ തെറ്റ് ചെയ്തതുപോലെയുള്ള ചോദ്യങ്ങളും സർവേ എടുക്കലൊക്കെയാണ് പലരും. അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന
ആളുകളുടെ സ്ട്രെസ് എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് മാത്രമേ മനസ്സിലാവൂ. നമ്മൾ ഇപ്പോൾ കുട്ടികളെ വളർത്താൻ മാതാവും പിതാവും ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെയാണ് അല്ലേ. അപ്പോൾ പിതാവ് നഷ്ടപ്പെട്ട് മാതാവ് മാത്രമായിട്ട് ഒരു കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവരുടെ ഒരു മെന്റൽ സ്ട്രെസ്സും ആരും സപ്പോർട്ട് ഇല്ലാത്ത അവസ്ഥയൊക്കെ അത് അവർക്ക് മാത്രമേ അറിയൂ. അത് മറ്റൊരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. എനിക്കത് മനസ്സിലാവും. കാരണം എൻ്റെ ബാപ്പ മരിക്കുമ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് എൻ്റെ ബാപ്പ മരിക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. ചെറിയ ആൾക്ക് 6 7 വയസ്സുള്ള സമയത്താണ് ബാപ്പ മരിക്കുന്നത്. അപ്പോൾ നമ്മളെ 3 പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാനും നന്നായി വളർത്തിയെടുക്കാൻ ഞങ്ങളുടെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ബാപ്പ അത്യാവശ്യം നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള ആളായതുകൊണ്ട് ഫിനാൻഷ്യലി ബാപ്പയുടെ ഫാമിലി അത്യാവശ്യം ഫിനാൻഷ്യലി മോശമില്ലാത്തൊരു സെറ്റപ്പിൽ ആയതുകൊണ്ടും ബാപ്പയുടെ ബ്രദേഴ്സ് ഫാമിലികളുടെ ഹെൽപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതേപോലെ ഉമ്മയുടെ ഫാമിലിയുടെ ഹെൽപ്പും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഉമ്മക്ക് അത്രത്തോളം സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ചെറിയ സ്ട്രഗിൾ ചെയ്യുന്നതൊക്കെ കണ്ടാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഒരു വിധവയായ സ്ത്രീ എത്രത്തോളം ഒറ്റപ്പെടുകയും യത്തീമക്കളായ മക്കൾക്കും അതുപോലെ തന്നെ ഭയങ്കരമായ ഒരു ലോൺലിനെസ്സിലൂടെയാവും അവരും കടന്നു പോകുന്നത്. കാരണം നമുക്ക് ബാപ്പയും ഉമ്മയും ഉള്ള ഒരു ഫാമിലിയിലെ കുട്ടികളുടെ ഒരു സുരക്ഷിതത്വ ബോധം എന്തായാലും ഒരു സിംഗിൾ ഫാമിലി പോകുമ്പോൾ ബാപ്പ നഷ്ടപ്പെട്ട മക്കൾക്ക് അത് മനസ്സിലാവും. വല്ലാത്തൊരു സുരക്ഷിതത്വമില്ലായ്മയുടെ ഒരു ഫീലിങ്സ് ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കാരണം നമുക്ക് നമ്മുടെ ബാപ്പയോട് എന്ത് കാര്യങ്ങളും ഫ്രീഡത്തിൽ ഇന്ന കാര്യം ഞങ്ങൾക്ക് വേണം എന്ന് നമുക്ക് ഫ്രീഡത്തിലും അവകാശത്തിലും പോയി പറയുന്നത് പോലെ മറ്റൊരാളുടെ അടുത്ത് നമുക്ക് പോയിട്ട് എനിക്കത് വേണം ഇത് വേണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അവർ കണ്ടറിഞ്ഞ് നമുക്ക് തരികയോ ഹെൽപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കത് സ്വീകരിക്കാമെന്നല്ലാതെ നമുക്ക് മറ്റൊരാളുടെ അടുത്ത് പോയി ഒരു ബാപ്പയോട് ഒരു ഫാദറിനോട് നമ്മൾ കാണിക്കുന്ന അവകാശം സ്വാതന്ത്ര്യമൊന്നും നമുക്ക് മറ്റൊരാളെടുത്തും ആ ഒരു വിടവ് വലിയൊരു ആർക്കും നികത്താൻ പറ്റാത്തൊരു വിടവ് തന്നെയാണ് അല്ലേ. ഫിനാൻഷ്യലി ഒക്കെ എത്ര ആളുകൾ ഹെൽപ്പ് ചെയ്താലും ഒരു ബാപ്പയുടെ സ്നേഹം സപ്പോർട്ട് അതൊക്കെ അത് കിട്ടാത്തവർക്കാണ് അതിൻ്റെ വിഷമം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. അത് ബാപ്പയുടെ സംരക്ഷണവും സ്നേഹവും ഒക്കെ ധാരാളമായി കിട്ടുന്ന ആളുകൾക്ക് ചിലപ്പോൾ അതൊരു വിലയില്ലാതെ പോകുന്നുണ്ടാവും. പക്ഷെ അത് കിട്ടാത്ത കുട്ടികൾക്കാണ് അതിൻ്റെ ഒരു ലോൺലിനെസ്. പിന്നെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും അവരുടെ മാതാവിനെയാണ് അല്ലേ. അപ്പോൾ അവരുടെ ഉമ്മയാണ് അവർക്കെല്ലാം. ബാപ്പയും ഉമ്മയും എല്ലാം അവരുടെ ഉമ്മയാണ്. ചില വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന കുട്ടികൾ ചിലപ്പോൾ അവരുടെ അമ്മയോട് എല്ലാ കാര്യങ്ങളും ഒന്നും ഓപ്പൺ ആയിട്ട് പോയി അത് വേണം ഇത് വേണമെന്നൊന്നും ആവശ്യപ്പെടാനും സാധ്യത കുറവാണ്. കാരണം അവർക്കറിയാം ഞങ്ങളുടെ രക്ഷിത ബാപ്പ ഇല്ലാതെ ഒരു ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കണ്ടു വളരുന്ന മക്കളാവൂലേ. അപ്പൊ സമൂഹം അമ്മമാരെ ഇങ്ങനെ പിച്ചി ചീന്തുമ്പോൾ ആ മക്കളുടെ മാനസിക ആരോഗ്യവും കൂടെ തകരാറിലാവുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ അത് മനസ്സിലാക്കണ്ടേ. കാരണം നമ്മൾ ഈ കുട്ടികളും ഈ കാണുന്ന സോഷ്യൽ മീഡിയയും വീഡിയോകളൊക്കെ കാണുന്ന കുട്ടികളല്ലേ. അപ്പൊ അവരുടെ മാതാവിനെ കുറിച്ച് സമൂഹം ഇത്രത്തോളം മോശമായി പറയുമ്പോഴൊക്കെ അത് അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ. കുട്ടികളെ വളർത്താൻ വേണ്ടി അവരൊരു മേഖല തിരഞ്ഞെടുക്കും. ആ മേഖലയിലൂടെ അവരെ ചെയ്യുന്ന അത് അവരുടെ വഴിക്ക് അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ അവരെ ഇങ്ങനെ വിമർശിച്ച് പിച്ചി ചീന്തി ഭയങ്കരമായി പിന്നെ എല്ലാവരും ഒരേ രീതിയിലുള്ള ആളുകളല്ലല്ലോ. 100 പേരുണ്ടെങ്കിൽ 100 പേർക്കും വ്യത്യസ്തമായ സ്വഭാവം വ്യത്യസ്തമായ രീതികൾ അങ്ങനെയല്ലേ. ഭയങ്കരമായിട്ട് ഇങ്ങനെ പിച്ചി ചീന്തി സംസാരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പിന്നെ അത്യാവശ്യം സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഓരോ വീഡിയോയുടെയൊക്കെ വളരെ മോശമായിട്ട് വൾഗറായിട്ടുള്ള പല കമൻസും കാണുമ്പോൾ ഞാൻ ചിന്തിക്കാം അത് ഏത് സ്ത്രീ ആണെങ്കിലും ഒരു വിധവയാണെങ്കിലും ശരിയല്ലാത്ത ഒരു ആരാ തന്നെയാണെങ്കിലും നമ്മൾ അത്യാവശ്യം ഒരാളെ റെസ്പെക്റ്റ് ചെയ്യണ്ടേ.
റെസ്പെക്റ്റ് ചെയ്യേണ്ട ആളുകളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക തന്നെ വേണം. ഒരു ഭർത്താവ് മരിച്ചെന്ന് കരുതി നമുക്ക് മറ്റൊരു ലൈഫിലേക്ക് പോയിക്കൂടാ, അല്ലെങ്കിൽ അതൊന്നും എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ ഒരു ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് മറ്റൊരു ആളെ തിരഞ്ഞെടുക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അവർക്ക് എന്തായാലും പുരുഷന്മാർക്ക് അധികകാലം ഒരു സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ, പ്രത്യേകിച്ച് കുട്ടികളും കൂടെ ഉണ്ടെങ്കിൽ ഒരാളില്ലാതെ മുന്നോട്ട് പോകാൻ പ്രയാസമായത് കൊണ്ട് തന്നെ അവർ എത്രയും പെട്ടെന്ന് മറ്റൊരു വിവാഹത്തിലേക്ക് പോകുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ സ്ത്രീകൾ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുകയോ മറ്റൊരു വിവാഹത്തിലേക്ക് പോവുകയോ ചെയ്യുമ്പോൾ അത് മാത്രം എന്താണ് സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്തത് എന്നാണ്. എല്ലാ സ്ത്രീകൾക്കും ഫാമിലിയുടെ സപ്പോർട്ടോ മറ്റുള്ള സപ്പോർട്ടോ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ കുട്ടികളെ വളർത്താൻ സാമ്പത്തികമായി സ്വന്തം കാലിൽ നിൽക്കാൻ കെൽപ്പില്ലാത്ത സ്ത്രീകളും ഉണ്ടാവും. അവരുടെ മുന്നിൽ മറ്റൊരു മാർഗമില്ല, മറ്റൊരു വിവാഹം തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാവും. പക്ഷെ ഇപ്പോ കൂടുതൽ പേരും എന്തെങ്കിലും ഒരു ജോലി, സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതും അതിലൂടെ ഒരുപാട് വരുമാനം ഉണ്ടാക്കി മക്കളെ വളർത്തുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരെങ്ങനെയെങ്കിലും അവരുടെ മക്കളെ വളർത്തട്ടെ, നല്ല രീതിയിൽ ജീവിക്കട്ടെ. എപ്പോഴും നമ്മളൊരു മക്കളോട്, ഒരു വിധവകളോടും കുറച്ച് അനുകമ്പ കാണിക്കുകയും ദയ കാണിക്കുകയും ചെയ്യണമെന്നാണ് നമ്മൾ മറ്റുള്ള മുസ്ലിം മതത്തിലായാലും നമ്മൾ പഠിച്ചിട്ടുള്ളത് അതാണ്. ഏറ്റവും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് മക്കളും വിധവകളും. അവരെ സംരക്ഷിക്കുന്നവരെ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ സ്നേഹമാണ്, ഇഷ്ടമാണ് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള വിധവകളെയും മക്കളെയും നമ്മൾ കൂടുതലായിട്ട് അവരെ വേദനിപ്പിച്ച് വിഷമിപ്പിച്ച് എന്തിനാണ്, അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ, അങ്ങനെ ചിന്തിച്ചാൽ പോരെ. പിന്നെ ഈ ഒറ്റപ്പെടൽ, അത് നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ആയവും പരപ്പും എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവില്ല. എനിക്ക് എൻ്റെ ഉമ്മ ഞങ്ങളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഒരിക്കൽ പോലും ഒരുപാട് സ്ട്രഗിൾ ഉമ്മ അനുഭവിച്ചിട്ടുണ്ടാകും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. കാരണം ചെറിയ ആള് 6-7 വയസ്സായ സമയത്താണല്ലോ ബാപ്പ മരിക്കുന്നത് തന്നെ. അപ്പോൾ നമുക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം, നമ്മുടെ കാര്യങ്ങൾ എല്ലാം നമുക്ക് എല്ലാത്തിനും മറ്റൊരാളെ ചോദിക്കാൻ പറ്റില്ലല്ലോ. അത് അങ്ങനെ. അപ്പോൾ നമുക്ക് ഹെൽപ്പ് കിട്ടുന്നുണ്ട്, സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഫാമിലിയുടെ, എന്നാൽ പോലും അത് വല്ലാത്തൊരു അവസ്ഥയിലൂടെയല്ലേ കടന്നു പോയത്. പക്ഷെ എനിക്ക് ആ സമയത്തൊന്നും അത്രത്തോളം പക്ഷെ എനിക്ക് കുറെയൊക്കെ അറിയായിരുന്നു. ഞാൻ ആദ്യം ഉമ്മയെടുത്ത് അത് വേണമെന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ ബുദ്ധിമുട്ടിക്കാനൊന്നും നിൽക്കാറില്ലായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ അവരുടെ ഒറ്റപ്പെടുന്ന അവസ്ഥ, ആ ഒരു വിഷമം എത്രത്തോളം ഉണ്ടെന്നൊന്നും നമുക്ക് അന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ വിവാഹത്തിന് ശേഷം എൻ്റെ ഹസ്ബൻഡിന് ഒരു ആക്സിഡന്റ് പറ്റിയ സമയത്ത് ഫാമിലിയെ റൺ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരു 1.5 ഇയർ ഞാൻ തന്നെയായിരുന്നു. ജോലിക്ക് പോകണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഹസ്ബൻഡിന് അതിൻ്റെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു ഒറ്റപ്പെടലിൽ എനിക്ക് ശരിക്കും അന്ന് ഞാൻ റിയലൈസ് ചെയ്ത ഒരു കാര്യമുണ്ട്. ഒരു പെട്ടെന്ന് ഒരു ഹസ്ബൻഡ് മരിച്ചു പോകുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ എത്രത്തോളം ഭയാനകം, പ്രത്യേകിച്ച് കുട്ടികളും കൂടെ ഉണ്ടെങ്കിൽ എത്രത്തോളം ഭയാനകമാണ്. ആ ഒരു ഒറ്റപ്പെടലും ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെ വല്ലാത്ത ഒരു ലോൺലിനെസ് ആവും, ഭയങ്കര സ്ട്രഗിളായിരിക്കും. കാരണം രണ്ടുപേരും കൂടി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ഫാമിലി പെട്ടെന്ന് ഒരാളുടെ മാത്രം തലയിലാവുമ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്ട്രഗിളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ഒരുപാട് ആളുകൾക്ക് ആ സ്റ്റേജിലൂടെ കടന്നു പോകുന്നവർ തന്നെയായിരിക്കും. അപ്പം അത് അത്രത്തോളം അതിൻ്റെ വ്യാപ്തി ഉണ്ടെന്ന് എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ആക്സിഡന്റ് വന്നപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത്. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യം, എൻ്റെ ഉമ്മയെക്കുറിച്ച് ഞാൻ എപ്പോഴും ഭയങ്കര ബഹുമാനത്തോടെ ആലോചിച്ചിട്ടുണ്ട്. കാരണം നല്ല തൻ്റെടിയായ, ഞങ്ങളുടെ മുന്നിലൊന്നും ഒരു തരത്തിലും ഒരു തവണ പോലും കരയുകയോ വിഷമം കാണിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു അസുഖം വരികയോ ബുദ്ധിമുട്ട് വരികയോ ചെയ്യുകയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആള് ടെൻഷനാവും, വിഷമിക്കും. പക്ഷെ ആ സമയത്തൊന്നും നമ്മുടെ മുന്നിൽ ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നും കാണിക്കാതെ ഞങ്ങൾ നല്ല തൻ്റെടത്തോടെ തന്നെ ഞങ്ങളെ വളർത്തി, നല്ല വിദ്യാഭ്യാസം തന്ന് നല്ല വഴികളിലേക്ക് ഞങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഉമ്മാനോടുള്ള ആ ഒരു റെസ്പെക്റ്റും സ്നേഹവും എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ എപ്പോഴും റിയലൈസ് ചെയ്യും. അത്രത്തോളം തൻ്റെടത്തോടെ, അത്രത്തോളം ഇതിൽ ഉമ്മ ഞങ്ങളെ വളർത്തിക്കൊണ്ട് അപ്പോൾ
തൻ്റെ ഇടമുള്ള നല്ല സ്ട്രോങ് ആയ ഒരു ലേഡി ആയിട്ടാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തത്. പക്ഷേ എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി വരുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ 3 പെൺകുട്ടികളെ എൻ്റെ ഉമ്മ ഈ ഇത്ര ബുദ്ധിമുട്ടി നല്ല നിലയിലേക്ക് എത്തിച്ചപ്പോൾ എനിക്ക് പെൺകുട്ടികളില്ല, 3 ആൺകുട്ടികളാണ്. അപ്പോൾ അത്രത്തോളം സ്ട്രഗിളൊന്നും ഞാൻ അനുഭവിക്കുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ ഉമ്മയുടെയൊക്കെ സ്ഥാനത്ത് എനിക്ക് അത്രത്തോളം പ്രയാസങ്ങളിലൂടെയൊന്നല്ലല്ലോ ഞാൻ കടന്നു പോകുന്നത്. ഉമ്മ കാണിച്ച തൻ്റെ ഇടവും ആ ഒരു ധൈര്യവും ജീവിതത്തെ നേരിടാനുള്ള ഒരു ധൈര്യം, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മയെ തന്നെയാണ് പല പല പ്രതിസന്ധികളിലും എനിക്ക് റോൾ മോഡലായിട്ട് ഞാൻ ഒരു ബുദ്ധിമുട്ടും പ്രയാസം വരുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മ ഇതിലും വലിയ പ്രയാസത്തിൽ ഞങ്ങളെ വളർത്തി വലുതാക്കി നല്ല വിദ്യാഭ്യാസം തന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ അടുത്തൊന്നും ഇല്ലല്ലോ എൻ്റെ ഈ ഇഷ്യൂസുകൾ, ഞാൻ കടന്നു പോകുന്ന ഒരു ഇഷ്യൂസുകളൊന്നും ഇല്ലല്ലോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അതുപോലെ തന്നെ ഓരോ വിധവകളുടെയും ഓരോ യത്തീം മക്കളുടെ യാത്ര വളരെ ബുദ്ധിമുട്ടേറിയതാണ്. ആ മാനസികമായിട്ടുള്ള ആ ഒരു ഒറ്റപ്പെടൽ, വേദന, അതൊക്കെ അതൊന്നും അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവൂ. അപ്പോൾ ഞാൻ ഇത്രയും പറയുന്നത് നമുക്ക് ഈ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ടും മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട്, വിഷമമൊക്കെ തോന്നാറുണ്ട്. എൻ്റെ ആ മക്കളുടെ മുഖം മനസ്സിലേക്ക് വരാറുണ്ട്. അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ അവരുടെ മാതാവ് മാത്രമല്ലേ ഉള്ളൂ. അവരെങ്കിലും മാനസികമായി, ഫിസിക്കലി, മെൻ്റലി അവരൊരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. അവർ മനസ്സമാധാനത്തോടെ ആ മക്കളെ വളർത്തുന്നതിന് പകരം നമ്മൾ അവർക്കൊരു സപ്പോർട്ട് ചെയ്ത് അവരുടെ വീഡിയോകളൊക്കെ കണ്ട് അവർ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് അവർ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവരെ ഇങ്ങനെ പിച്ചി ചീന്തി മോശപ്പെടുത്തുന്നത് മോശം തന്നെയല്ലേ. നമ്മൾ തെറ്റ് ചെയ്യാത്തവരും എല്ലാവരും പുണ്യാളന്മാരൊന്നുമല്ലല്ലോ. നമ്മളും ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ടാവും. പല തെറ്റുകളിൽ നിന്നും പഠിച്ചാവും നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മളിലും ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ തെറ്റിനെയും കുറ്റങ്ങളെയും ഒന്നും വിമർശിക്കേണ്ട, ഓവറായിട്ട് വിമർശിക്കുകയും ജഡ്ജ് ചെയ്യുകയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നാളെ ഇതുപോലെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നമ്മൾ എന്ത് ജോബ് തിരഞ്ഞെടുക്കും, മറ്റൊരു വിവാഹം കഴിക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയില്ല. അതേപോലെ ഈ പുരുഷന്മാരാണെങ്കിലും നാളെ അവർക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരുടെ ഭാര്യമാരെന്ത് ചൂസ് ചെയ്യും, മറ്റൊരു വിവാഹം കഴിക്കില്ലേ, അല്ലെങ്കിൽ ഏത് രീതിയിൽ അവർക്ക് പറ്റുന്ന ഒരു ജോബ് അവരുടെ മക്കളെ വളർത്താൻ അവർ തിരഞ്ഞെടുക്കും ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. ആരും ചിരഞ്ജീവികളല്ലല്ലോ. നാളെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാനാവില്ല. പുരുഷനും പറയാനാവില്ല, സ്ത്രീക്കും പറയാനില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളെ വെറുതെ വിട്ടിട്ട് അവർ സമാധാനത്തിൽ ജീവിച്ചോട്ടെ. എന്തിനാണ് വെറുതെ അവരെ ഇങ്ങനെ സമൂഹത്തിൽ നിന്ന് എത്തിച്ചിരുന്നത്? അത്യാവശ്യം സ്ത്രീകളെങ്കിലും, പുരുഷന്മാർ പോട്ടെ, അത്യാവശ്യം സ്ത്രീകളെങ്കിലും അവരോടൊരു ദയ കാണിക്കണം. അവരെ ഭയങ്കരമായിട്ട് ഉപദേശിച്ചും ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറഞ്ഞും അവരവരുടെ പാട്ടിന്, ഇപ്പോൾ ലോകത്തെല്ലാവരെയും നന്നാക്കി എടുക്കാനൊന്നും ആർക്കും കഴിയില്ലല്ലോ. നമ്മളും അത്ര നല്ല പെർഫെക്റ്റ് ആയ ആളുകളല്ലല്ലോ. ആരും പെർഫെക്റ്റ് അല്ലെന്ന് തന്നെയാണ്. എല്ലാവർക്കും അവരവരുടേതായ മൈനസുകൾ ഉണ്ടാകും. അവർക്കും പല രീതിയിൽ, പല ഘട്ടങ്ങളിൽ പല തെറ്റുകളും സംഭവിക്കുന്നുണ്ടാവും. നമ്മുടെ ഡിസിഷൻസ്, നമ്മുടെ ഒരു ജോബിൻ്റെതായാലും പല കാര്യങ്ങൾ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ള ഒരു ജോബ് നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ആ വഴിയിലൂടെ അവർ പോകുന്നു. അത്രയേ ഉള്ളൂ. അതിനിങ്ങനെ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്ത് നെഗറ്റീവ് പറയേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ചെറിയൊരു അഭിപ്രായം ഞാൻ ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. താങ്ക്സ്.